ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പർച്ചേസ് വ്ളോഗും അതുപോലെ തന്നെ ഒരു ഫാമിലി ഔട്ടിംഗ് വ്ളോഗൊക്കെ ഇട്ടിരുന്നു. അതെല്ലാം എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം കൂടിയിട്ടാണ് ഇന്നൊരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പഴംപൊരി എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള പഴംപൊരി അല്ല. എൻ്റെ കയ്യിൽ കുറച്ച് ദോശയുടെ മാവ് എക്സ്ട്രാ ഇരിപ്പുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കൂടുതൽ മാവ് ഞാൻ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇഡലിക്കും ദോശയ്ക്കും എല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ റെഡിയാക്കി കഴിച്ചു. എന്നിട്ടും കുറച്ച് ലെഫ്റ്റ് ഓവർ ദോശമാവ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പഴംപൊരി, അപ്പം എന്താണ് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള പഴംപൊരി നമുക്ക് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുന്നേ തണുപ്പ് മാറാനായിട്ട് ദോശമാവ് എടുത്തതാ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നാടൻ ഏത്തപ്പഴമാണ് കേട്ടോ. അതാണ് അത്യാവശ്യം ചെറിയ കായായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഏത്തപ്പഴം ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്ത്, അങ്ങനെ 2 ഏത്തപ്പഴത്തിൽ നിന്ന് നമുക്ക് 8 പീസാണ് കിട്ടിയത്. പിന്നെ ഏകദേശം തണുപ്പൊക്കെ മാറിയ ദോശമാവുണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ട് ഒന്ന് കലക്കി അതിൽ കട്ടയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു വിട്ടു. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടും ഫ്ലേവറിനും വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. വേണ്ടവർ ചേർക്കാം, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോളുക. പിന്നെ അതിനുശേഷം ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും, അതിനുവേണ്ടി മാത്രമല്ല, ദോശമാവ് നമ്മൾ ഉപ്പില്ലാതെയാണല്ലോ അരച്ച് വെക്കുന്നത്, ചുടാൻ നേരമാണ് ഉപ്പിട്ട് വെക്കുന്നത്. അപ്പോൾ ദോശമാവിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് കറുത്ത എള്ളുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. നമ്മുടെ ചായക്കടയിലെ പഴംപൊരിയുടെ ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടാനായിട്ട് കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റർ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൂസായിട്ടുള്ള ദോശമാവാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റാവില്ല. കുറച്ച് തിക്കായിട്ട്, നമ്മുടെ ഒരു വെള്ളമൊന്നും ചേർക്കാതെ ആ ഒരു ഫോമിൽ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കുകയല്ലേ, ആ ഒരു പരുവത്തിനുള്ള മാവാണ് ഇതിന് ഏറ്റവും അടിപൊളി, ഏറ്റവും ബെറ്ററായിട്ട് നമ്മുടെ പഴംപൊരി കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പാൻ എടുത്തു. ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പഴംപൊരി റെഡിയാക്കുന്നത്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ, വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഞാൻ 2 ബാച്ചായിട്ട് പൊരിച്ച് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ബാച്ചിൽ ഒരു 4 പഴംപൊരി, നമ്മുടെ പാൻ അത്യാവശ്യം മുഴുപ്പുള്ള പാനാണ്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഒരു 4 പഴംപൊരി ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ബാച്ചിലും ഒരു 4 പൊരിച്ചെടുക്കുക. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പഴംപൊരിയാണ്. ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയാണ്, നമുക്ക് ദോശമാവാണെന്നോ ഒന്നും പറയില്ല. നല്ല അടിപൊളി, നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. ഇതിനെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പഴംപൊരി എന്നൊക്കെ പറയാം. പിന്നെ വേറെ സംഭവം എന്നാന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ദിവസം നമ്മൾ ദോശമാവ് ഇഡ്ഡലിമാവ് ഒക്കെ അരച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ചെറിയൊരു പുളിപ്പ് രസമൊക്കെ മുന്നിൽ വരുമല്ലോ. അപ്പോഴത്തേനും നമുക്ക് ദോശ കഴിക്കാനോ ഇഡ്ഡലി കഴിക്കാനോ ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിതാ ഈ പഴംപൊരിയും ഒരുപാട് സ്നാക്സ്, നമുക്ക് ദോശമാവ് കൊണ്ട് ഒരുപാട് സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ദോശമാവ് കൊണ്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ കൂടുതൽ വീടുകളിലും നമ്മൾ എന്ത് ചെയ്യും, പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് കൂടുതൽ അരച്ച് വെക്കാറുണ്ട്. പക്ഷേ വീട്ടിലുള്ള കുട്ടികൾക്കാണേലും ആണുങ്ങൾക്കാണേലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ദോശയോടൊരു മടുപ്പാണ്. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ, ഇത് എന്ത് ചെയ്യും, കളയണമല്ലോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ബാക്കി വരുന്ന ദോശമാവ് നിങ്ങൾ കളയണ്ട,
ഒരുപാട് പല പല സ്നാക്സ് ഉണ്ട്. ഞാൻ ഓരോ ഡേയ്സിലായിട്ട് ഓരോരോ സ്നാക്സ് റെസിപ്പീസ് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിന് ഇതൊക്കെ അറിയാം എന്ന്, അതായത് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്ന യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കൂട്ടുകാർക്കൊക്കെ ഇതറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഇതുപോലത്തെ സ്നാക്ക് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ട് പഴംപൊരി എന്ന് പറയുമ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല അടിപൊളി സോഫ്റ്റായിട്ട്. അപ്പോൾ ഒരുപാട് പഴുത്തും പോവാതെ ഒരു പച്ചയും ആവാതെ ഒരു ഇടത്തരം പരുവത്തിലുള്ള പഴം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതാ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിതാ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഓരോന്നോരോന്നായിട്ട് കോരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് പഴംപൊരി മാത്രമല്ല, പിന്നെ നമ്മുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ബാക്കി വന്നപ്പോൾ, അതായത് ദോശമാവിൻ്റെ ഈ ഒരു മിക്സ് ബാക്കി വന്നപ്പോഴത്തേനും ഞാൻ ഒരു ദോശ പോലെ കൊക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുമുണ്ട്. അതും ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അതും വളരെ ടേസ്റ്റിയാണ്. വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ആ ഒരു ഐറ്റവും ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതും അടിപൊളിയാണ് കേട്ടോ. എന്താണേലും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പഴംപൊരി റെഡിയാക്കണമെങ്കിൽ ലെഫ്റ്റ് ഓവർ ദോശമാവ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മധുരം കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മാവിലേക്ക്, നമ്മുടെ ഈ ദോശമാവിലേക്ക് കൂടുതൽ പഞ്ചസാരയുടെ അളവ് ഇട്ട് കൊടുത്തോളുക. പിന്നെ മധുരം ഒട്ടും വേണ്ട എന്ന് ഉള്ളവർ ആ ഒരു ഷുഗറിൻ്റെ ചേർക്കൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എള്ളം എന്നൊക്കെ പറയുന്നത്, ബ്ലാക്ക് എള്ളം എന്നൊക്കെ പറയുന്ന ആ ഒരു രുചി ഇഷ്ടമുള്ളവർ അത് ചേർക്കുക, ഇല്ലാത്തവർ അതും സ്കിപ്പ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് എള്ളും അതുപോലെ തന്നെ ആ ഒരു ഫോമിൽ തന്നെ ചായക്കടയിൽ കിട്ടുന്ന പഴംപൊരിയുടെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് ഈ ഒരു ദോശമാവിൻ്റെ, എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ദോശമാവ് ബാക്കിയുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ദോശമാവ് കുറച്ച് ദിവസം മുന്നേ അരച്ച് വെച്ചത് കൊണ്ട് ചെറിയ പുളിപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ദോശയോ ഇഡ്ഡലിയോ ആക്കാത്തത്. അപ്പോൾ ദോശമാവിന് കുറച്ച് പുളിപ്പും ഒക്കെ വരുമ്പോഴത്തേനും നമുക്കത് കഴിക്കാനായിട്ട് അത്ര ഒരു സ്വാദില്ലല്ലോ, ആ ഒരു പുളിപ്പ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴംപൊരി റെഡിയാക്കി കഴിച്ചപ്പോഴത്തേനും വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. മക്കളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പഴംപൊരിയായിരുന്നു. പിന്നെ മൈദയിൽ കലക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആണല്ലോ നമ്മുടെ ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ദോശമാവിലുള്ള പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും മക്കൾക്കൊക്കെ മസ്റ്റായിട്ട് ഇത് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ നോർമൽ പഴംപൊരിനേക്കാളും വളരെ ഹെൽത്തിയാണ് ഈ ഒരു പഴംപൊരി എന്ന് പറയുന്നത്. പിന്നെ എന്താണേലും സൺഫ്ലവർ ഓയിലൊന്നും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുക, സൺഫ്ലവർ ഓയിലിൽ റെഡിയാക്കാതെ കൊക്കനട്ട് ഓയിലിൽ തന്നെ വളരെ കുറച്ച് ഒരു ചെറിയ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞു വരുന്ന ഇതെന്ന് പറയുന്നത് അത്ര ഹെൽത്തി അല്ല. കാര്യം വെച്ചാൽ ഒറിജിനൽ സൺഫ്ലവർ ഓയിലിൻ്റെ റേറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഇതെന്ന് പറയുന്നത് സൺഫ്ലവർ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാളിറ്റിയുള്ള ഐറ്റമാണ് നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ വിലയ്ക്ക് നമ്മൾ ഈസിലി നമുക്ക് കിട്ടുന്നത്. അപ്പം സൺഫ്ലവർ ഓയിലൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കണം. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യേണ്ട ചില റെസിപ്പീസൊക്കെ ഉണ്ടല്ലോ, പാസ്തയ്ക്ക്, അതുപോലെ തന്നെ മാക്രോണി, നൂഡിൽസ്, അങ്ങനെ ചില റെസിപ്പീസൊക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യേണ്ട നിർബന്ധ ഘട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോക്കനട്ട് ഓയിൽ സ്കിപ്പ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുക. അല്ലാതെ ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വൈകുന്നേരം പൊരിച്ച് കരിച്ച് ഇങ്ങനെയുള്ള ചായക്കട പലഹാരങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ നിർബന്ധമായിട്ടും സൺഫ്ലവർ ഓയിലിൽ തന്നെ റെഡിയാക്കി കൊടുക്കാനായിട്ട് മാക്സിമം നോക്കണം കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ നോക്കണം കേട്ടോ. വളരെ കുറച്ച് എണ്ണയുടെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും വെറുതെ കുട്ടികളെ
ഉപയോഗിപ്പിക്കേണ്ട. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ പഴംപൊരി എന്ന് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ദോശമാവിൽ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഒരു പല സ്നാക്സ് ഉണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കിയെടുക്കാൻ. ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സിൽ വളരെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് ദോശപ്പൊടി കൊണ്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ വട്ടത്തിലുള്ള അപ്പം, ആ ഒരു നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു അപരൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കുറച്ച് മാവ് ബാക്കി വന്നപ്പോൾ അതും ഞാൻ നല്ല വെളിച്ചെണ്ണയിലേക്ക് കോരി ഒഴിച്ചായിരുന്നു. അതും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കിയത് ദോശമാവ് കൊണ്ട് ഏകദേശം 2 സ്നാക്ക് എന്നൊക്കെ പറയാം. കാര്യം ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, ആ ദോശമാവ് ബാക്കി വന്ന ആ ഒരു സ്നാക്കും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് കാണിക്കുന്നില്ല, കാരണം ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് പഴംപൊരിയുടെ റെസിപ്പിയാണല്ലോ. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശമാവ് ഉപയോഗിച്ച് ഞാൻ റെഡിയാക്കിയെടുത്ത എൻ്റെ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആ രണ്ടാമത്തെ നെയ്യപ്പത്തിൻ്റെ അപരൻ എന്ന് പറഞ്ഞത്. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പഴംപൊരിയും അതുപോലെ തന്നെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെയ്യപ്പവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ ഇനി ആരും വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള പല സ്നാക്സ് നമുക്ക് ദോശമാവ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.